എയർ ഇന്ത്യ എയർ ഹോസ്റ്റസിനെതിരെ ലണ്ടനിൽ അതിക്രമം. ഉറങ്ങിക്കിടന്ന ഹോട്ടൽ മുറിയിലേക്ക് നൈജീരിയൻ സ്വദേശി അതിക്രമിച്ചു കടക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ അടുത്തുള്ള മുറികളിലെ ആളുകൾ ഓടിയെത്തി ഇയാളെ പിടികൂടി. MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് സംഭവിച്ചത്? രജിത്ത്, വ്യാഴാഴ്ച രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30 കൂടി ഈ ഒരു യുവാവ്, നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള യുവാവ് ഹോട്ടൽ റൂമിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. ആ സമയത്ത് ഹോട്ടൽ റൂമിൽ ഉറങ്ങിയായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ മറ്റു മെമ്പേഴ്സൊക്കെ, ഈ ഒരു ക്യാബിൻ ക്രൂ മെമ്പേഴ്സും മറ്റു വിമാനത്തിലെ ക്രൂ മെമ്പേഴ്സും ഒക്കെ തന്നെ സമീപത്തെ മുറികളിലുണ്ടായിരുന്നു. ഈ സമയത്ത് അതിക്രമിച്ച് കയറുകയും ഈ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ഒപ്പം തന്നെ ഷീറ്റ് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിൽ ആ സമയത്ത് യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് അടുത്തുള്ള റൂമിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഓടിയെത്തുകയും ചെയ്തു. തുടർന്ന് ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് ഹോട്ടലിന് പുറത്തേക്ക് പോയ ഈ ഒരു അക്രമിയെ ഹോട്ടൽ ജീവനക്കാരാണ് പിടികൂടി പിന്നീട് ലണ്ടൻ പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ സംബന്ധിച്ച് ഇതാണ് ഒരു വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ലണ്ടൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. പക്ഷേ ഔദ്യോഗികമായ ഈ ഒരു വിശദീകരണം ഇതുവരെയും എയർ ഇന്ത്യയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണം എയർ ഇന്ത്യ നടത്തുകയും ചെയ്തിട്ടുണ്ട്. യുവതിക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ ലണ്ടൻ പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് വിഷയമുള്ളത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ